അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അള്ളാഹുവെ, ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷവും കൂടിയാണ്. കാരണം ഈ വരുന്ന റബീഉൽ അവ്വലിന് മുമ്പായിട്ട് 1,00,000 സലാത്ത് നേർച്ചയാക്കി ചെല്ലുന്ന ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ അള്ളാഹുവെ നീ സ്വീകരിക്കണം. അവരെന്തുദ്ദേശം വെച്ചാണോ ചെല്ലുന്നത്, അള്ളാഹുവെ ആ ഉദ്ദേശം, ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം നീ പൂർത്തീകരിച്ച് കൊടുക്കണേ അള്ളാഹ്. ഉവൈസിൽ ഖർണി റളിയല്ലാഹുവിൻ്റെ ചരിത്രം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഹാബാക്കൾ എങ്ങനെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത്, പ്രണയിച്ചത്. അതാണ് അവരുടെ സ്നേഹം. എങ്ങനെയാണ് നമ്മളുടെ സ്നേഹം, എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ തന്നെ കരഞ്ഞ സഹാബാക്കളുണ്ട്. ചരിത്രങ്ങൾ വിശാലമാണ്. ഇന്ന് പറയുന്നത് അംർ ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രമാണ്. ഈജിപ്ത് ഭരിക്കുന്ന അംർ ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ഒരു ബിംബമുണ്ടായിരുന്നു. ആ ബിംബത്തിൻ്റെ മൂക്ക് ആരോ അറുത്ത്, ആരാണെന്നറിയില്ല, പക്ഷേ ജനങ്ങൾക്കിടയിൽ ഇത് മുസ്ലിങ്ങളാണ് അറുത്തത്, മുസ്ലിങ്ങളാണ് എന്നുള്ള സംസാരം വ്യാപകമായിട്ട് വ്യാപിച്ചു. അന്നും മുസ്ലിങ്ങൾക്കെതിരെ, മുസ്ലിങ്ങളെ കുറ്റവിമുക്തമാക്കുന്ന രീതിയിൽ അന്നും ഉണ്ടായിരുന്നു. ഇതിന് പരിഹാരമായിട്ട് ഭരിക്കുന്ന അംർ ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ പരാതിയായിട്ട് വന്നു. ഇങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്ന ബിംബത്തിൻ്റെ മൂക്ക് അറുത്തിട്ടുണ്ട്, നിങ്ങൾ മുസ്ലിങ്ങളാണ് അറുത്തതെന്ന് പറഞ്ഞു. അറിയാം, അംർ ബിൻ ആസ് റളിയല്ലാഹുവിന് അറിയാം, ഒരിക്കലും മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യില്ല. കാരണം മറ്റുള്ള മതസ്ഥര ആരാധന കർമ്മങ്ങളെ ആരാധിക്കുന്നതിനെ ഒരിക്കലും നിന്ദിക്കുകയോ അതിനൊന്നും ചെയ്യാൻ പാടില്ല, അത് മുസ്ലിങ്ങൾ ചെയ്യില്ല എന്നറിയാം. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഇത് വ്യാപകമായിട്ട് മുസ്ലിങ്ങളെ ചെയ്തത് എന്നുള്ളൊരിത് വന്നു കഴിഞ്ഞു. എന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇതിന് പകരമായിട്ട്, ഈ ഒരു ബിംബത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് സ്വർണത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രതിമ നിങ്ങൾക്ക് ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് അത് വേണ്ട എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഇതിന് പരിഹാരമായിട്ട് അംർ ബിൻ ആസ് ചോദിച്ചു, റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ഇതിന് പരിഹാരമായിട്ട് നിങ്ങൾക്ക് മറ്റെന്താണ് വേണ്ടത്? അവിടെ നിന്ന് ക്രിസ്ത്യാനികൾ പറയുകയാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മൂക്ക് പൊതുജനത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ കൈ അറക്കണം, എന്നിട്ട് അതിനെ കഷ്ണമാക്കി ഇല്ലാതാക്കണമെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. ഈ കൂടി നിൽക്കുന്ന ജനങ്ങളുടെ ആരുടെയെങ്കിലും നിങ്ങൾ പിടിച്ചോ, ജീവനുള്ള ഈ ശരീരങ്ങളെ പിടിച്ചിട്ട് നിങ്ങൾ തുണ്ടം തുണ്ടമായി അറുത്തോ, എന്നാലും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ. അപ്പോൾ അവിടുന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഇല്ല, ഇതിനെ ഈ കാണുന്ന ജനങ്ങളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത്, കൂടുതൽ ഇഷ്ക് വെക്കുന്നത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ മതി, നിങ്ങൾ തയ്യാറാണോ ചോദിച്ചു. ഞാൻ തയ്യാറാണ്, എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്, എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്താൽ. പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ പ്രതിമ ഉണ്ടാക്കരുത്. അങ്ങനെ പ്രതിമ ഉണ്ടാക്കിയിട്ട് നിങ്ങളത് കട്ട് ചെയ്യരുത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എൻ്റെ സഹാബാക്കളെ, ഈ കാണുന്ന ജനങ്ങൾ നിങ്ങൾ ചെയ്തോ. പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതിമ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ മൂക്കറക്കുകയോ വെട്ടുകയോ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. അവസാനം ഈ പറഞ്ഞ ഈ ഒരു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൂക്കറക്കാൻ തയ്യാറായി. അവിടുന്ന് ഇതിനു വേണ്ടി തയ്യാറായ ഒരു മസിലുള്ള, നല്ല ആരോഗ്യമുള്ള ഒരാൾ കടന്നു വന്നു. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ പൊതുവായിട്ടൊരു സ്ഥലത്ത് നിർത്തി 10 അടി അകലത്തിൽ മൂക്കറക്കാൻ വേണ്ടി വാളുമായി ആരോഗ്യമുള്ള ഒരു മനുഷ്യനുമുണ്ട്. നിങ്ങൾക്കറിയാലോ, സൗദിയിലൊക്കെ തലവെട്ടുന്നത് എങ്ങനെയാണ്. ആരോഗ്യമുള്ള, വളരെ നല്ല ശരീരവും ആരോഗ്യമുള്ള ആളുകളാണ് അവിടെ. അതിനു വേണ്ട ഒരാളെ ഇതിനും വിനിയോഗിച്ചു. അവിടെ നിന്ന് കടന്നു വന്ന് 10 അടി അകലത്തിൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൂക്കറക്കാനായിട്ട് നിന്നു. ആളുകളെല്ലാം വളരെ പര്യാപ്തമായിട്ട് നിൽക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, എല്ലാവരും കരയാൻ തുടങ്ങി.
ഇതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം, ഹുബ്ബ്. ആ ഹുബ്ബ് കൽബിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുനിയാവ് വേണ്ട, ആഖിറ മതി. എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിമയുണ്ടാക്കിയിട്ട് അതിൻ്റെ മൂക്കറക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ജീവൻ കൊടുക്കുന്നതാണ്. ഞാൻ ഒരിക്കലും അതിനെ സമ്മതിക്കില്ല എന്ന് ഈജിപ്ത് ഭരിക്കുന്ന അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അങ്ങനെ നിന്നപ്പോൾ അവിടെ നിന്നിട്ട് ഇവരുടെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൂക്കറക്കാനായിട്ട് വാളുമായിട്ട് ഒരടിയും കാൽപാദം വെച്ച് ആ മനുഷ്യൻ കടന്നു വന്നപ്പോൾ അപ്പോഴും അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യൻ്റെ മുഖം നോക്കി പുഞ്ചിരിക്കുകയാണ്. ഈ അടുത്തെത്തി ഒരടി അകലം മാത്രം നിൽക്കവേ ഈ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുഞ്ചിരി കണ്ടിട്ട് ഈ മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന വാള് വിറച്ച് നിലത്ത് വീണുപോയി. കാരണം ഇത്രയേറെ വാള് മുന്നിലെത്തിയിട്ട് പോലും പുഞ്ചിരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഹബീബ് ആരാണ്? ആ മുഹമ്മദ് നബി ആരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? ഇത്രയേറെ സ്വന്തം ജീവൻ പോകുമെന്ന് ഈ മുന്നിൽ പോലും ഇത്രയേറെ പുഞ്ചിരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? ആ വാള് നിലത്ത് വീണു, അവിടെ നിന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് ആ മനുഷ്യൻ വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു നമ്മളെ. അതാണ് ഇസ്ലാം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ, അവിടത്തേക്ക് ഇഷ്ക് വെച്ചാൽ പിന്നെ എല്ലാം അവിടേക്കാണ്. നമ്മുടെ ജീവനേക്കാളേറെ, നമ്മുടെ ശരീരത്തെക്കാളേറെ നാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനാകുന്നത്. അപ്പോഴാണ് നമുക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടല്ലേ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞത്, യഥാർത്ഥ ഒരു വിശ്വാസിയാകണമെങ്കിൽ സ്വന്തം ജീവനേക്കാൾ, സ്വന്തം ശരീരത്തേക്കാൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോഴാണ്. എന്തായി നമുക്ക് കഴിയാത്തത്? വരും റമദാൻ വരുമ്പോൾ മാത്രം നമ്മൾ വീടടിച്ചു വാരി പുതുവസ്ത്രം ധരിച്ചാൽ മതിയോ? റബിയുൽ അവ്വൽ കടന്നു വരുമ്പോൾ, ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കടന്നു വരുമ്പോൾ നാം എന്താണ് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ള സമ്മാനം എന്താണ്? 1,00,000 സ്വലാത്ത് നേർച്ചയാക്കി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ റബിയുൽ അവ്വലിന് മുമ്പായിട്ട് ചെല്ലാൻ പറഞ്ഞപ്പോൾ കുറേ പേര് ചൊല്ലിയിട്ടുണ്ട്, കുറേ പേര് മടിച്ചു നിൽക്കുന്നു, എന്നെ കൊണ്ട് കഴിയുമോ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. മരിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം, എന്നിട്ടും ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നില്ലേ? മരണം എന്ന് സംഭവിക്കുമെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. പക്ഷെ എന്നിട്ടും പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ എന്തേ നിങ്ങൾക്ക് കഴിയാത്ത? അത് ദുനിയാവിനോടുള്ള പ്രണയമായതുകൊണ്ടല്ലേ. ഇൻഷാ അല്ലാഹ് സഹാബാക്കളോടുള്ള പ്രണയം, സഹാബാക്കൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചത്, അതൊക്കെ കേട്ട് കഴിയുമ്പോൾ അവരൊക്കെ ജീവിതത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ആ തിരുസുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും എന്താണ് ചെയ്തിട്ടുള്ളത്? ഞാനും നിങ്ങളും എന്താണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്? ഇഖ്ലാസ് ഉണ്ടോ? സലാത്ത് ചെല്ലുമ്പോൾ ഇഖ്ലാസ് ഉണ്ടോ? തഖ്വയുണ്ടോ? ഈമാനുണ്ടോ? എന്തേ? ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം വരുമ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്ക് ഭർത്താവിനൊക്കെ ജന്മദിനം വരുമ്പോൾ നിങ്ങൾ മേടിച്ചു കൊടുക്കാറില്ലേ സമ്മാനങ്ങൾ? വെഡ്ഡിങ് ആനിവേഴ്സറി വരുമ്പോൾ നിങ്ങൾ കൊടുക്കാറില്ലേ സമ്മാനങ്ങൾ? പക്ഷേ റബിയുൽ അവ്വൽ കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും സ്വന്തം ശരീരത്തേക്കാൾ, സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ലോകത്തിൻ്റെ നേതാവിൻ്റെ ജന്മദിനം വരുമ്പോൾ, അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ എന്താണ് നിങ്ങൾ കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്? എന്ത് സമ്മാനമാണ്? നബിദിനത്തിന് റാലി വരുമ്പോൾ 100 രൂപയുടെ മിഠായി മേടിച്ചു കൊടുത്താൽ നമ്മുടെ സ്നേഹമായോ? അതാണോ സ്നേഹം? 1000 സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നില്ല എങ്കിൽ എവിടെ പോയി നമ്മുടെ സ്നേഹം? 1000 സ്വലാത്ത് നമുക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്താണ് സ്നേഹിക്കുന്നത്? എന്താണ് അവിടത്തേക്ക് പ്രണയിക്കുന്നത്? നമ്മൾ സ്നേഹിക്കുന്നു പറയുന്നു. എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? ഇൻഷാ അല്ലാഹ് നമ്മളിതൊന്നും പോരാ, ഇനിയും സ്നേഹിക്കണം. സലാത്ത് നിങ്ങൾ ചെല്ലുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മക്കൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് റബിയുൽ അവ്വലിന് മുമ്പായി 12-ന് സുബഹിൻ്റെ മുമ്പായിട്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് ജനിച്ചത്. ആ സമയത്ത് നിങ്ങൾ സലാത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ പ്രോത്സാഹനമായിട്ട് നിങ്ങൾ സമ്മാനം, ആ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം മേടിച്ച് നിങ്ങൾ കൊടുക്കണം. ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കണം, ഭർത്താവിന് കൊടുക്കണം. ഇതൊക്കെ ഒരു സ്നേഹം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അത് മുത്തുനബിയോടുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ ജന്മദിനത്തിൽ ചെയ്യുമ്പോൾ, ഈ ലോക്ക്ഡൗണിൽ നമ്മുടെ കുടുംബങ്ങളിൽ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തുൽ മുനവ്വറയിലേക്ക് നമ്മൾ സമർപ്പിക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹ്
ഒരുപാട് ആളുകൾ ഇപ്പോൾ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ റബിയുൽ അവ്വലിന് മുമ്പായിട്ട് ചൊല്ലി തീർക്കാനായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ നിങ്ങളും നിങ്ങളുടെ ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഗ്രൂപ്പിൽ, ഈ ചാനലിൽ ഇൻഷാ അല്ലാ ഡിസ്ക്രിപ്ഷനിൽ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഇടുന്നുണ്ട്. സഹാബാക്കളുടെ ചരിത്രങ്ങൾ ഇൻഷാ അല്ലാ ഇനിയും പറയും. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇതിൽ കയറി ലൈക്ക് അടിക്കണം, കമൻ്റ് അടിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങൾക്ക് 1000 സ്വലാത്ത് ചൊല്ലാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹമുണ്ടോ? ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും ഒരുപാട് വോയിസുകൾ ഇൻഷാ അല്ലാ ഇതിൽ വരും. അതിൽ താല്പര്യം, അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത്, ആഗ്രഹവും താല്പര്യവും ഉള്ളവർ മാത്രം ഇതിൽ ലൈക്ക് അടിച്ചാൽ മതി, ഇതിൽ കമൻ്റ് അടിച്ചാൽ മതി. ഒരു നിർബന്ധമില്ല, ഒരാളുടെ ലൈക്കും കമൻറ്റും വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. കാരണം എനിക്ക് ലൈക്ക് വേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴല്ല. പലരും ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിട്ടൊക്കെ പറയാറുണ്ട്, ലൈക്കിന് വേണ്ടിയിട്ടും കമൻറ്റിന് വേണ്ടിയിട്ടും മെസ്സേജ് അയച്ച് ഫോൺ വിളിച്ച് പറയാറുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് വേണ്ട. എനിക്ക് യൂസഫ് കണ്ണംകുളത്തിന് മരിച്ച മയ്യത്തായിട്ട് 3 കഷ്ണം തുണിയിൽ വീട്ടിൽ വെക്കുമ്പോൾ അവിടെ വെച്ച് 40 ആളുടെ കമൻറ്റ് വേണം, 40 ആളുടെ ലൈക്ക് വേണം. ആ സമയത്ത് 40 ആളുകളുടെ നല്ല വാക്കുകൾ, നല്ല വർത്തമാനങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ലൈക്ക് മേടിക്കേണ്ടത് എപ്പോഴാണ്? മരിച്ച മയ്യത്തായിട്ട് കിടക്കുമ്പോഴാണ്. അപ്പോൾ ശത്രുവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആ ശത്രു നമ്മുടെ മയ്യത്ത് നോക്കുമ്പോൾ പുഞ്ചിരിച്ച് അവൻ്റെ ആ മുഖംമൂടി മാറ്റുമ്പോൾ നമുക്ക് പുഞ്ചിരിച്ച് കിടക്കാൻ കഴിയണം. ആ സമയത്ത് നമ്മൾക്ക് പുഞ്ചിരിച്ച് കിടക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല മരണം നമുക്കൊക്കെ അല്ലാഹു തആല നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് 1000 സ്വലാത്ത് ചൊല്ലിക്കോ, മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ടിട്ട് മരിക്കൂ. ഇൻഷാ അല്ലാ തയ്യാറായിക്കോ. ഒരുപാട് ആളുകൾ മാറിയിട്ടുണ്ട്. ഇത് 1000 സ്വലാത്ത് കൊണ്ട് മാറും, തീർച്ചയാണ്. ഇൻഷാ അല്ലാ ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.